എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, പലപ്പോഴും റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയിലെത്തുമ്പോൾ സ്റ്റോക്കില്ലെന്ന് പറയുന്നതായും അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൂടിയ നിരക്കിൽ സാധനം മറിച്ചു വിൽക്കുന്നതായും വിജിലൻസിന്റെ ഓപ്പറേഷനിൽ സുഭിക്ഷയിൽ കണ്ടെത്തിയിരുന്നു. ഇത് തുടർന്ന് പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. റേഷൻ കടയിലെ സ്റ്റോക്ക് വിവരങ്ങൾ കടയുടമ വെറുതെ പറഞ്ഞാൽ പോരാ, ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യ വകുപ്പ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കുകളിലും പോസ്റ്റ് ബില്ലിങ്ങിലും വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കരിഞ്ചന്ത തടയുക എന്ന ലക്ഷ്യത്തോടെ നടപടി ശക്തമാക്കിയത്. അതത് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് ഉപഭോക്താക്കൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ എഴുതി പ്രദർശിപ്പിക്കണം. ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ പരിശോധിക്കുകയും വേണം. റേഷൻ കടകൾ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണം എന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എന്നാൽ ഇത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാകുന്നു എന്ന വ്യാപക പരാതിയെ തുടർന്നാണ് നടപടി കർശനമാക്കിയത്. കാർഡ് ഉടമകൾക്ക് അർഹതപ്പെട്ട വിഹിതം പലപ്പോഴും നൽകുന്നില്ലെന്നും വ്യാപക പരാതിയുണ്ട്. വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ചു വിൽക്കുക, ബില്ലിലെ അളവിൽ നിന്ന് കുറച്ചു കൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സ്റ്റോക്കിന്റെ പേര്, അവശേഷിക്കുന്ന അളവ്, തീയതി എന്നിവ സഹിതമാകണം കടക്ക് മുന്നിലെ ബോർഡ്. അതേപോലെ കടകളിലെ ഇലക്ട്രോണിക് ത്രാസുകൾ ഉപഭോക്താവിനെ കാണാവുന്ന തരത്തിൽ ആവണം. ഇങ്ങനെയായിരിക്കണം സ്റ്റോക്ക് വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോഴുള്ള നിർദ്ദേശങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ അറിയിപ്പ്, ഈ മാസം റേഷൻ കടകളിലൂടെ 6 ഇനം അരിയാണ് വിതരണം നടക്കുന്നത്. റേഷൻ കടകളിലൂടെ ഇപ്പോൾ നൽകുന്നത് 6 ഇനം അരിയാണ്. പച്ചരി, മട്ടയരി, പുഴുക്കലരി എന്നിവ സമ്പുഷ്ടീകരിച്ചതും അതുപോലെ സമ്പുഷ്ടീകരിക്കാത്തതും ആണ് വിതരണം ചെയ്യുന്നത്. ഇവ ഒരേ ബില്ലിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടാണ് നൽകുക. FEIയിൽ നിന്നും സമ്പുഷ്ടീകരിച്ച അരി മാത്രമാണ് ഏതാനും മാസങ്ങളായി വിതരണം ചെയ്യുന്നത്. എങ്കിലും മുമ്പ് വിതരണം ചെയ്ത സമ്പുഷ്ടീകരിക്കാത്ത അരി പല റേഷൻ കടകളിലും സ്റ്റോക്കുണ്ട്. ഇതും വിൽക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അറിയിപ്പ്, ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമാവുകയാണ്. കഴിഞ്ഞ മാസം പല റേഷൻ കടകളിലും പഞ്ചസാരയും ആട്ടയും എത്തിയിരുന്നില്ല. സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം. ജനുവരി മുതൽ ഭൂരിഭാഗം കടകളിലും ഇവയുടെ വിതരണം എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും.